ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണത്തിന് വേണ്ടിയുള്ള മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം. അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇടാം. മാങ്ങയിൽ ഞാൻ ഉപ്പ് പുരട്ടിയാണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇതിലേക്ക് നമുക്ക് 2 കൊത്ത് കറിവേപ്പില ഇടാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ച മണമൊക്കെ മാറി വഴണ്ടു വന്നു. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ കായപ്പൊടി ഇടാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറു തീയിൽ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് തണുത്തിട്ട് നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. മാങ്ങ അരിഞ്ഞ് അതിൻ്റെ ചാറൊക്കെ മാങ്ങയിൽ നിന്ന് ഊർന്നിറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ 2 മാങ്ങയാണ് അച്ചാറിന് എടുത്തത്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇതിൽ ഞാൻ വിനാഗിരിയൊന്നും ചേർത്തിട്ടില്ല. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. ഓണത്തിന് തയ്യാറാക്കിയ മാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.